പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 1 മുതൽ ഡിസംബർ 19 വരെയാണ് സമ്മേളനം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ. ബൽറാം. റിജിത്ത്, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 1 ആരംഭിക്കുമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. ഡിസംബർ 1 മുതൽ 19 വരെ ആയിരിക്കും ശീതകാല സമ്മേളനം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു എന്ന് പാർലമെന്ററി കാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ശീതകാല സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സുപ്രധാനമായ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനുണ്ട്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒട്ടേറെ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം FIR തന്നെയാണ്. കഴിഞ്ഞ വർഷകാല സമ്മേളന കാലയളവിൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളും. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറിലെ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ദിവസങ്ങളോളം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിന് പ്രവർത്തിക്കാനായത്. സമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതിന് പിന്നാലെയാണ് ഈ സമ്മേളനം ചേരുന്നത്. FIR ഒരു പ്രധാന വിഷയമായി പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ഒട്ടേറെ വിഷയങ്ങൾ, ഈ കുത്തകകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അടക്കമുള്ളവ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വരും ദിവസങ്ങളിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ചേരും. അതേസമയം സർക്കാരിനെ സംബന്ധിച്ച് സുപ്രധാനമായ ബില്ലുകൾ ഈ പാർലമെന്റിൽ സെഷനിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം ഈ തന്റെ ട്വിറ്റർ സന്ദേശത്തിലൂടെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തേടിയിട്ടുണ്ട്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.